ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു യാത്രയാട്ടോ. ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ എവിടേക്കുമല്ല, ജസ്റ്റ് ഒരു പുറത്തേക്ക് ഒന്ന് പോവാന്ന് മാത്രം. അപ്പം നമുക്ക് ഈ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ചങ്ങ് പോയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. വയനാട്ടിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് ചെറിയ നിസ്സാരമുള്ള കാര്യമൊന്നുമല്ല. പ്രകൃതി ഭംഗിയുണ്ട്, ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗിയുള്ളത് വയനാട്ടിൽ തന്നെയാണെന്ന് എല്ലാ നാട്ടുകാരും പറയാറുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത ഭംഗിയായി ഇന്ന് തോന്നി. കാരണം മേഘങ്ങളുടെ ആ ഒരു ഇതും ഏതൊക്കെയോ നിറത്തിലുള്ള മഴവില്ല് രീതിയിലുള്ള ഓരോ മേഘങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സൗന്ദര്യം കിട്ടും. ഞാനിപ്പോൾ അവിടെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു മേഘത്തിൻ്റെ ആ ഓറഞ്ച് നിറം കണ്ടപ്പോൾ എനിക്ക് നയിക്കാൻ തോന്നി. ഇപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ആ റോഡ് ഒരു വളവിലാണ്. അവിടെ ആ കെട്ടിടത്തിന് മുമ്പിലായി ഒരു വലിയ മരനിൽപ്പുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. ആ മേഘത്തിൻ്റെ ഒക്കെ കൂടെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടുന്ന പോലെ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു മരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വഴി കൂടെ ഭയങ്കര മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കണ്ടോ, ഈ മേഘം കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ നിറം കണ്ടു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിടാൻ മറക്കരുതേ. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഇരുട്ടായ നിഗൂഢമായ കാട്ടിലൂടെ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഇനി ഇതിനെ കൂടെ അറിയാറുണ്ട്. ഞാനിപ്പോൾ ഈ എടുത്ത വീഡിയോസിൽ കുറേ കളറുള്ള കുറേ തരം മേഘങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. കുറേ തരം മരങ്ങളുടെ ചില്ലകൾ, അങ്ങനെയൊക്കെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പലതരം മരങ്ങൾ അതെല്ലാം കാണാൻ പറ്റും. പിന്നെ കുറേ വണ്ടികൾ നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നത് കാണാം, ബാക്കിൽ കൂടെയും പോകുന്നതും ഉണ്ടാവും കേട്ടോ. നമ്മുടെ പുറകൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കാടായതുകൊണ്ട് നല്ല രസമാണ്. കണ്ടോ, ആ മേഘമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ആ മേഘങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടരുന്നത്.